ഹായ് കൂട്ടുകാരെ, ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ സിദ്ധി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HCF, LCM എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുൻപേ ആയിട്ട് പ്രൈം നമ്പേഴ്സ് എന്താണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്നാൽ എന്താണ്? A number greater than 1. A number greater than 1 and that has only 2 factors. 2 ഫാക്ടേഴ്സ് ഉണ്ടാവാനും പാടുള്ളൂ, ഒന്നിൽ നിന്നും കൂടുതലുമായിരിക്കണം. അപ്പോൾ 2 കണ്ടീഷനാണുള്ളത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നിൽ നിന്നും കൂടിയ നമ്പർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന് ആകെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവാൻ പാടുള്ളൂ. ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? 1ഉം പിന്നെ ആ നമ്പറും. അതായത് ഈ പറയുന്ന നമ്പർ, പ്രൈം നമ്പർ, 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സ്വന്തം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അങ്ങനെ ഈ 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മാത്രമുള്ള നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ. മനസ്സിലായി? കുറച്ചൊന്ന് കൺഫ്യൂസ്ഡ് ആയി കാണും. പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ 1നെക്കാട്ടിലും കൂടുതലായിരിക്കണം. അപ്പോൾ 1 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല, 1 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം പ്രൈം നമ്പേഴ്സ് എപ്പോഴും 1നെക്കാട്ടിലും കൂടുതലായിരിക്കണം. അപ്പോൾ ഞാൻ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 2 ആണ്. 2 എന്ന് പറയുന്നത് ഏതൊക്കെ ടേബിളിലുണ്ട്? അതെ, 1ൻ്റെ ടേബിളിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ കറക്റ്റായോ? 1ൻ്റെ ടേബിളിലും ഉണ്ട്, അതോടൊപ്പം തന്നെ 2ൻ്റെ ടേബിളിലും ഉണ്ട് അല്ലേ? 2ൻ്റെ ടേബിളിൽ തന്നെ ഉണ്ട്. ഓക്കെ. 3ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല. 4ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല. ഇനിയുള്ള ഒരു ടേബിളിലും ആരില്ല? ഈ 2 ഇല്ല. അതായത് 2 ആരുടെയൊക്കെ ടേബിളിൽ മാത്രമേ ഉള്ളൂ? 1ൻ്റെതും 2ൻ്റെയും ടേബിളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഇതൊരു പ്രൈം നമ്പറാണ്. 2 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. നിങ്ങൾക്കിത് ഓർത്ത് വയ്ക്കാൻ ഈസി ആവാനായിട്ടാണ് ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ 2 ഒരു പ്രൈം നമ്പർ ആണെന്നുള്ളത് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് 3 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 ഒരു പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ഓക്കെ, നോക്കാം. 3 ഏതൊക്കെ ടേബിളിലുണ്ടെന്നൊന്ന് പറയാവൂ? അതെ, 1ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ ആയി. 3യുടെ ടേബിളിൽ ഉണ്ടോ? ഉണ്ടല്ലേ. 3യുടെ തന്നെ ടേബിളിൽ, അതായത് നമ്പർ ഇറ്റ് സെൽഫ് അതിൻ്റെ സ്വന്തം ടേബിളിലുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും ടേബിളിലുണ്ടോ? 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലില്ല, 3ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ 1ൻ്റെയും സ്വന്തം ടേബിളിലുണ്ട്, ബാക്കിയുള്ള ടേബിളുകളിലൊന്നും 3 ഇല്ല. അതായത് എന്താണ് അർത്ഥം? യെസ്, 3 ഒരു പ്രൈം നമ്പറായി ക്വാളിഫൈഡ് ആയി. മനസ്സിലായോ? ഇനി നമുക്ക് 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? വരും, നോക്കാം കേട്ടോ. അപ്പോൾ 4 1ൻ്റെ ടേബിളിലുണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുകയാണ്. 2ൻ്റെ ടേബിളിലുണ്ടോ 4? യെസ്, 2ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ തന്നെ കാര്യം പോയി അല്ലേ? അതായത് ആൾക്ക് എങ്ങനെ പ്രൊമോട്ട് ആവാൻ പറ്റില്ല? പ്രൈം നമ്പറായിട്ട് പ്രൊമോട്ട് ആവാൻ പറ്റുന്നില്ല. കാരണം ആളുടെ ടേബിളിലും ഉണ്ട്. 4ൻ്റെ ടേബിളിലും ഉണ്ട്, 1ൻ്റെ ടേബിളിലും ഉണ്ട്, 2ൻ്റെ ടേബിളിലും ഉണ്ട്. അത് കാരണം എന്താ സംഭവിക്കുക? അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഒരു ട്രിക്കാണ്. ഈ ടേബിളിലുണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി. അതായത് 1ൻ്റെ ടേബിളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്വന്തം ടേബിളിലുണ്ടോ, അതിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് പ്രൈം നമ്പറാണ്. അങ്ങനെ അല്ലാത്ത എല്ലാ നമ്പറുകളും, അതായത് വേറെയും ടേബിളുകളിലുള്ള, അതായത് 1ൻ്റെ ടേബിളിലുണ്ട്, വേറെയും ആരുടെയെങ്കിലും ടേബിളിലുണ്ടെങ്കിൽ അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം 4 ആരുടെയൊക്കെ ടേബിളിലുണ്ട്?
1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലുണ്ട്, 4ൻ്റെ ടേബിളിലുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അതേസമയം 5 ആണെങ്കിലോ, 5 1ൻ്റെ ടേബിളിലുണ്ട്, 2ൻ്റെ ടേബിളിലില്ല, 3യിലില്ല, 4ലില്ല, അതിൻ്റെ സ്വന്തം ടേബിളായ 5ലുണ്ട്. വേറെ ഒന്നിലും 5 ഇല്ല. അപ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം 1 എന്ന് പറയുന്ന ഒരാൾ എന്തല്ല, ഒരു പ്രൈം നമ്പറും അല്ല, 1 ഒരു പ്രൈം നമ്പറും അല്ല, ഒരു കോമ്പോസിറ്റ് നമ്പറും അല്ല. 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ, നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാ? ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? പറയൂ. 2 ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. 2 ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. അടുത്തത് ഏറ്റവും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാ? 4 ആണല്ലേ? 4 ആണ്. അപ്പോൾ 2 ആണ് ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ, 4 ആണ് ഏറ്റവും സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? വെരി ഗുഡ്. അപ്പോൾ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് LCM HCF ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയും. കാരണം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴിയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് അറിയാതെ പറ്റത്തില്ല. ഇനി കുറച്ച് ഡിവിസിബിലിറ്റി റൂൾസ് പഠിക്കണം. അതും കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് HCFലോട്ടോ LCMലോട്ടോ പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിലും പറ്റും, പക്ഷെ കുറച്ചും കൂടെ ഈസി ആവും. ഇപ്പോൾ ഡിവിസിബിലിറ്റി റൂൾ അറിയാമെങ്കിൽ ഏത് വെച്ച് ഡിവൈഡായി പോകും എന്നുള്ളത് നമുക്കൊന്ന് ഗസ് ചെയ്യാനെങ്കിലും പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾസിലേക്ക് പോകാം.